നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്നത്തെ അല്ല, ഇത് ഇന്നലെ നമ്മൾ അനലൈസ് ചെയ്തിട്ടില്ല. കുറച്ച് തിരക്കായി പോയതുകൊണ്ട് ഇന്നലത്തെ വീഡിയോസ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് അതും കൂടെ പറയാം. നോക്കിക്കോളാം. ഇത് 25ന് ഉണ്ടായ നമ്മുടെ മാർക്കറ്റാണ്. ഇത് ശരിക്കും കൺസോളിഡേറ്റ് ചെയ്തു. നമുക്ക് ഒരു പോയിന്റ് പോലും നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം, ഇൻഡെക്സ് പ്രകാരം ഇത് ഇവിടെയൊക്കെയാണ്, ബാങ്ക് നിഫ്റ്റിയൊക്കെയാണ് ഇറങ്ങി വന്നതിൻ്റെ ലൈൻസ് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. സോ അവിടുന്ന് റിജക്ഷൻ കൊടുക്കാം. നിഫ്റ്റിയൊക്കെ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്ട്രൈക്കിലാണ് ഇത് കൺഫേം ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് ലെവൽസ് ഒന്നും തന്നെ നമുക്ക് 3 ഒരേപോലെ വരുന്ന ഒരു സ്ട്രൈക്ക് ലെവൽ ഉണ്ടായിട്ടില്ല ഇന്നലെ. അതുകൊണ്ട് തന്നെ ഇന്നലെ ട്രേഡ് ഇല്ലായിരുന്നു. ഇതുപോലെ നമുക്ക് ഒരെണ്ണം പോലും 3 ഒരുമിച്ച് വരാതെ വരുന്ന ദിവസങ്ങളിലാണ് ഇതുപോലെ കൺസോളിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം പോലും നമുക്ക് ഇതുപോലെ 3 കൺഫേം ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അത് കൺസോളിഡേറ്റ് ചെയ്യും, അത് മൂവ് ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇന്നലത്തേൽ നമുക്ക് യാതൊന്നും തന്നെ പോയിന്റും ഇല്ലായിരുന്നു. സോ എനിക്ക് ഇന്നലെ ബിസിയും കൂടി ആയതുകൊണ്ട് ഞാൻ ഇൻഫോം ചെയ്യാതിരുന്നത്. ഒരു പോയിന്റ് പറയാന്ന് വെച്ചാൽ ഇത് 3 കൺഫേംഡ് ആയിട്ടുള്ളൊരു പോയിന്റ് അല്ല ഇത്. കണ്ടോ, ഇതിപ്പോൾ ലാസ്റ്റ് ലൈനിൽ നിന്ന് കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്യുന്നു. സോ അവിടുന്ന് കണ്ടോ ലാസ്റ്റ് ലൈനെ ടച്ച് ചെയ്യുന്നു. സോ റിജക്റ്റ് ചെയ്യുന്നു. നല്ലൊരു പി പൊസിഷൻ നിഫ്റ്റിയിൽ കിട്ടുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ, ഈ ഒരു ക്യാൻഡിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവിടെ വെച്ചിട്ട് അതൊരു നല്ല പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വെച്ച് തന്നെ കണ്ടോ പി പൊസിഷൻ ഇവിടെ വെച്ച് തന്നെ നമ്മളൊരു ട്രേഡിൽ എൻ്റർ ചെയ്താൽ അവിടുന്ന് കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്തിട്ട് നല്ലൊരു റിട്ടേൺ 100% ഇപ്പോൾ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും 3 കൺഫേം ചെയ്യുന്ന റിട്ടേൺ അല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു പൊസിഷൻ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. 100% കൺഫർമേഷൻ ഇല്ലായിരുന്നു ഇന്നത്തെ ട്രേഡിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡ് നമുക്ക് കൺഫർമേഷൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ ട്രേഡില്ലായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ആ ഒരു ട്രേഡ് അങ്ങനെ പോവും. നമുക്ക് അടുത്ത ദിവസത്തെ ട്രേഡിലേക്ക് വരാം.